ഫ്രണ്ട്സ്, നാളത്തേക്ക് നമ്മൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. നാളത്തേക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് 24,175 മുതൽ 24,135 ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മെൻഷൻ ചെയ്ത ഒരു ലെവലായിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 24,310 മുതൽ 24,290 ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 24,310 മുകളിൽ മാത്രമേ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ 24,135 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ഡൗൺ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 24,050 ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് 24,000 മുതൽ 24,040 50 ഏരിയ എന്ന് പറയുന്നൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെ അഗൈൻ ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കുമ്പം ഇന്നത്തെ ഡി പീരീഡിലും അതുപോലെ ഈ പീരീഡിലും എന്താണ് ഒരു സിംഗിൾ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. അതായത് നിങ്ങൾ ഈ ഒരു ലെവൽസ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഒന്ന് 24,225 മുതൽ 24,232 ഏരിയ. അപ്പോൾ അതുപോലെ തന്നെ 24,250 മുതൽ 24,300 ഏരിയ. ഇത് ഫ്യൂച്ചറിൻ്റെ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വളരെ ഹ്യൂജായിട്ടുള്ള ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി നടന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് വന്ന് ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്കിതുപോലെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കിയിട്ട് എവിടെയാണ് സ്മാർട്ട് മണിയുടെ പ്രസൻസ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.